പരവൂർ നഗരസഭ. വേണു സാറല്ലേ? അതെ വേണു. ഞാൻ നിതിൻ, ഹരിഹരന്റെ മകനാണ്. അച്ഛൻ വരുമെന്നാണല്ലോ പറഞ്ഞിരുന്നേ. അച്ഛന് ഇന്നലെ രാത്രി തൊട്ട് ചെറിയൊരു പനി, അതാ എന്നെ വിട്ടത്. ഓഹോ, എങ്ങനെ യാത്രയൊക്കെ സുഖമായിരുന്നു? കുഴപ്പമില്ല. ഹെൽമെറ്റ് ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഫൈനൊക്കെ ഉള്ള സമയമല്ലേ. ഞാനും അങ്ങോട്ട് എത്തിയില്ല, പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത്രയും നാളായിട്ട് ഈ കച്ചവടം നടക്കാത്ത എന്താടോ? അത് കച്ചവടമൊക്കെ ഏറെക്കുറെ ആയി വന്നതാണ്. പക്ഷേ അതിനെപ്പറ്റി എനിക്ക് അധികമൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എല്ലാം ഒരു കച്ചവടത്തിന്റെ വക്ക് വരെ എത്തും. പക്ഷേ എന്തെങ്കിലും കാരണം പറഞ്ഞ് അതങ്ങ് മുടങ്ങും. ഇനി വല്ല പ്രശ്നവും വല്ല ഉള്ള വീടാണോ? അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്ത് കുഴപ്പം സാർ, ഈ വീട് വെച്ചിട്ട് 5 വർഷമായി, ഇതുവരെ ആരും താമസിച്ചുകൂടിയില്ല. പിന്നെങ്ങനെ? ഇതൊക്കെ ഈ കച്ചവടം മുടക്കാനുള്ള ഓരോ കളികളല്ലേ? ആയിരിക്കും അല്ലേ. ബാ സാറേ, പിന്നെ വീടൊക്കെ ഫുള്ളി ഫർണിഷ്ഡ് ആണ്. ഓഹോ, ഇതൊരു ബെഡ്റൂം ഇല്ലേ? ഇതൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇനി നമുക്ക് മോളിൽ പോയി നോക്കാം. മോളിൽ 2 ബെഡ്റൂം ഇല്ലേ? ഇതാണ് ബാൽക്കണി. പിന്നെ ഇവിടെ സൈഡിലൊരു മാവുണ്ട്, അപ്പുറത്തോട്ടായിട്ട് 2 പ്ലാവുണ്ട്. തെങ്ങൊന്നും ഇല്ലേ? തെങ്ങുണ്ട്. കാർ പോർച്ചിന്റെ അപ്പുറത്തോട്ടായിട്ട് ഒരു 5 കൂട് തെങ്ങുണ്ട്. കാർ പോർച്ച് ആ സൈഡാണല്ലേ? ഒന്നിനും പുറത്തു പോകേണ്ട ആവശ്യമില്ല. കിണർ അവിടെ ഉണ്ടല്ലേ? കിണർ അവിടെ ഉണ്ട്. ഇത് എവിടുന്നാടോ ഈ സിഗരറ്റ് പാക്ക്? ഫ്രണ്ടിലും കിടക്കുന്നുണ്ടല്ലോ. അത് വീട് കാണാൻ ഒരുപാട് പേര് വരുന്നതല്ലേ, ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടിട്ടായിരിക്കും. അത് ശരി. എന്നാ പോയാലോ? സിഗരറ്റ് ഉണ്ടോ എൻ്റെ ഒരെണ്ണം എടുക്കാൻ? സിഗരറ്റ് താൻ എന്നെ അങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ വിടത്തില്ലേ? ഡ്രോപ്പ് ചെയ്യാൻ സാർ. പിന്നെ സാറൊന്നും പറഞ്ഞില്ല, വീട് ഇഷ്ടപ്പെട്ടോ? വീട് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു കാര്യം ചെയ്യാം. ഹരിച്ചേട്ടനോട് പറഞ്ഞിട്ട് തിങ്കളാഴ്ച രജിസ്ട്രേഷനുള്ള കാര്യങ്ങൾ നോക്കിക്കോ. ഓക്കെ സാർ. ഓക്കെ. Nothing of it. Marsala said you just got back from Amsterdam. Sure did. How long were you there? Just over 3 years. ഈ അച്ഛനോട് എത്ര പറഞ്ഞാലും കേക്കില്ല സിഗരറ്റ് വലിക്കരുതെന്ന്. വൃന്ദേ, മോളെ വൃന്ദേ, എണീക്ക്. ഞങ്ങൾ ഇറങ്ങുവാണേ, ഓൾറെഡി ലേറ്റായി. ട്രെയിൻ മിസ്സാവോ എന്തോ. കാപ്പി ഇതേ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ടേ, പല്ല് തേച്ചിട്ടാണ് അടുത്ത് കഴിക്കാൻ. അമ്മേ, ഈ അച്ഛൻ ഇന്നലെ സിഗരറ്റ് വലിച്ച്. വിമല, ഇവളെ ചുമ്മാ പറയുന്നതാ. ഞാനിപ്പോ സിഗരറ്റ് വലിക്കാറില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? ചുമ്മാതാ അമ്മേ, ഇന്നലെയും വലിച്ച്. എന്നെ കണ്ടപ്പോ പുറകിലൂടെ ഓടി അകത്ത് കയറിയതാ. നീ വേണ്ട ആരടി, ചുമ്മാ ആവശ്യമില്ലാതെ പറയാതെ. എന്തായാലും ഇപ്പൊ ഒന്നും പറയാൻ സമയമില്ല, വൈകിട്ട് വന്നിട്ട് ഞാൻ ശരിയാക്കി കൊടുക്കും. ഹെൽമെറ്റ് ഞാൻ വലിച്ചിട്ടില്ല, അവള് ചുമ്മാ പറയുന്നതാ. ഓ ശരി. കേറ് കേറ്.
ഞാൻ മിഥുന, നിങ്ങളെ നൈബറാ. എന്താ പേടിച്ചു പോയോ? ആ ചേച്ചി ചെറുതായിട്ട്. ഇതെന്താ സിഗരറ്റ് കവറൊക്കെ ആയിട്ട്? വലിക്കാനുള്ള പരിപാടിയാണോ? ഇല്ല ചേച്ചി, ബാ നമുക്ക് അകത്തോട്ട് പോയി സംസാരിക്കാം. എന്നും വിചാരിക്കും ഇങ്ങോട്ടൊക്കെ ഇറങ്ങണമെന്ന്. ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവും. അമ്മ അച്ഛനൊക്കെ കുറച്ചേരം അതേ ഉള്ളൂ, പോയിട്ടേ ഉള്ളൂ ഇപ്പം. ചേച്ചി എന്ത് ചെയ്യുവാ? ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ്. ആണല്ലേ. ചേച്ചി ഇരിക്കും, ഞാൻ ചായ എടുക്കാം. ശരി. ഞാൻ അയാളുടെ പേര് ചോദിക്കാൻ വിട്ടുപോയി. ആ, എൻ്റെ പേര് വൃന്ദ. എന്തു പറ്റി? ഇയാളുടെ മുഖത്തൊരു ടെൻഷൻ. അതൊന്നുമല്ല ചേച്ചി, ഒരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ. എന്ത് കൺഫ്യൂഷൻ? ഞാൻ ഒരാഴ്ചയായി ചെന്നൈന്ന് വന്നിട്ട്. അപ്പൊ വന്നോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിനകത്ത് എനിക്കൊരു സിഗരറ്റിന്റെ സ്മെല്ല് പോലെ തോന്നുന്നു. അച്ഛനാണ് വലിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത്. അച്ഛനെ കൈയോടെ പൊക്കാന്ന് കരുതി ഇന്നലെ രാത്രി ആ സ്മെല്ല് വന്നപ്പോ ഞാൻ പുറത്തിറങ്ങി നോക്കുകയും ചെയ്തു. എന്നിട്ട് അപ്പൊ ഒരാൾ ഇങ്ങനെ ഓടി മറയുന്ന പോലെയാണ് ഞാൻ കണ്ടത്. രാവിലെ ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛനാണോ വലിച്ചതെന്ന്. അപ്പൊ അച്ഛനല്ലെന്നാണ് അച്ഛൻ പറയുന്നത്. ഞാനത് വിശ്വസിച്ചിട്ടില്ല. പിന്നെ ഇന്ന് രാവിലെ ഞാൻ പുറത്തിറങ്ങിയപ്പോ സിഗരറ്റിന്റെ പാക്കറ്റ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് അച്ഛൻ സിഗരറ്റ് വലിക്കുന്നത്. അച്ഛൻ സാധാരണ വിൽസാണ് വലിക്കാറുള്ളത്. പക്ഷെ ഇതായിരുന്നില്ല. മൊത്തത്തിൽ ഇതെല്ലാം കണ്ടിട്ട് ഒരു ടെൻഷൻ. അപ്പൊ നിങ്ങൾ ഈ വീടിനെ കുറിച്ച് ഒന്നും അറിയാതെയാണോ വാങ്ങിച്ചത്? എന്താ ചേച്ചി പറയുന്നേ? ഒന്ന് തെളിച്ചു പറഞ്ഞാൽ. ഈ വീട് നിൽക്കുന്ന സ്ഥലം എൻ്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ ആയിരുന്നു. പുള്ളിക്കാരൻ അതൊരു ഗൾഫുകാരൻ ജോർജിന് വിറ്റു. ഈ ജോർജാണ് ഈ വീട് വെച്ചത്. ജോർജ് എന്ന് പറയുന്ന ആള് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരു 2-3 വട്ടം അയാളെ കണ്ടിട്ടുണ്ട്. ഈ വീടിന്റെ പണി നടക്കുന്ന സമയം അയാൾ ഇവിടെ വരും. ഒരു സിഗരറ്റൊക്കെ കത്തിച്ച് വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഈ വീടിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കും. ഹൗസ് വാമിന്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഫിക്സ് ആയ ടൈമിൽ ഇയാൾക്ക് തിരിച്ച് അയാളുടെ ജോലി സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. അയാൾക്ക് അവിടെ എന്തോ ബിസിനസ്സും കാര്യങ്ങളും എന്തൊക്കെയാ പറഞ്ഞു കേട്ടുള്ളത്. അങ്ങനെ ഹൗസ് വാമിങ്ങിന്റെ ഒരു 2 ദിവസം മുന്നേ തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് എന്തോ ആക്സിഡന്റിൽ അയാൾ മരിച്ചു. ബിസിനസ് പാർട്ട്നേഴ്സ് കൊന്നാന്നൊക്കെയാ പറയുന്ന റൂമേഴ്സാണ്, നമുക്കറിയത്തില്ല. ജോർജിന്റെ മരണത്തിന് 1 മാസം കഴിഞ്ഞാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീട്ടില് സ്ഥിരമായിട്ട് പത്രം വരുന്നൊരു പയ്യനുണ്ട്. അവനെന്തോ അസുഖം കാരണം വേറൊരു പയ്യനാ പത്രം വന്നേ. അങ്ങനെ ഈ വീട്ടില് വീട് മാറി പത്രം ഇട്ടു. ഇട്ടപ്പോ അവിടെ എന്തോ കണ്ട് പേടിച്ച് ചെക്കൻ വീണു. ഈ ഒരു സംഭവത്തിന് ശേഷം ജോർജിന്റെ ബന്ധുക്കളൊക്കെ ഇടപെട്ട് അവരുടെ ഇടവകയിൽ നിന്ന് പള്ളിയിലച്ഛനെയും വികാരിയൊക്കെ കൊണ്ടുവന്നു. അന്ന് പള്ളിയച്ഛൻ പറഞ്ഞ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോർജ് ഒരു ആന്റി ക്രൈസ്റ്റ് വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ സോളിനെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. രാത്രി 9 മണിക്ക് ശേഷവും രാവിലെ സൂര്യ വെളിച്ചം വീഴുന്നവരെയും ഇവിടെ ആരും വരരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഈ ജോർജിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു ബോഡി കിട്ടുന്നത് വരെ ഇയാളുടെ സോൾ ഇവിടെയൊക്കെ തന്നെ കറങ്ങി നടക്കും. അപ്പൊ ഈ ജോർജിന് കുടുംബമൊന്നുമില്ലേ? ഉണ്ട്, അവരൊക്കെ ബാംഗ്ലൂർ സെറ്റിൽഡാ. അവരൊന്നും ഇങ്ങോട്ട് വന്നിട്ട് കൂടിയില്ല. എന്തായാലും താൻ ഇതിനെപ്പറ്റി ആലോചിച്ച് കൂടുതൽ ടെൻഷനൊന്നും അടിക്കണ്ട. നമുക്ക് എന്തെങ്കിലുമൊക്കെ പോകാൻ വഴി കണ്ടെത്താം. അമ്മ അച്ഛനും വരുമ്പോ ഇതൊക്കെ എന്തായാലും ഒന്ന് പറഞ്ഞേക്കട്ടോ. ഇവിടെ എന്തായാലും നീ ഇനി ഒറ്റയ്ക്ക് ഇരിക്കണ്ട, എന്റെ കൂടെ വാ. അവര് വരുമ്പോ തിരിച്ചിങ്ങ് വരാം. ഇല്ല ചേച്ചി, അത് കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിൽക്കാം. ആർ യു ഷ്യൂർ? ആ ചേച്ചി, ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല, ചേച്ചി പോക്കോ. എങ്കിൽ ഞാൻ പോട്ടെ. ആ ശരി ശരി. ചേച്ചി നിക്ക്, ഞാനും വരുന്നു. ഓ, ഈ നശിച്ച കറണ്ട് പോക്ക്. ഇന്നും ദോശ തന്നെ, 2 എണ്ണം. അവക്ക് ഒന്നങ്ങണം കൊടുത്താൽ മതി, തടി കൂടി വരുക. നീ ഇരിക്കെ, കഴിക്ക്. ഓ, ഇന്നും സാമ്പാർ തന്നെ. ആ കാര്യം ഞാൻ പറയാൻ വിട്ടിരിക്കുകയായിരുന്നു.
നിങ്ങളുടെ ഡോക്ടർ എത്ര തവണ പറഞ്ഞ് സിഗരറ്റ് വലിക്കല്ലേ എന്ന്? എൻ്റെ വിമലെ, ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഞാൻ സിഗരറ്റ് വലിച്ചിട്ടുണ്ടാ? അഥവാ വലിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഒരു ബബിൾ കൊടുത്ത് ഞാൻ വയ്ക്കും. അതുമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിച്ചിട്ടുള്ള സിഗരറ്റാണോ റോത്തുമാൻസ്? ഞാൻ വിൽസ് അല്ലേ വലിക്കാറുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്ത്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്തോന്നു? ഈ സിഗരറ്റ് വലിച്ചത് അച്ഛനല്ല, പിന്നെ ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ മരിച്ചുപോയ ജോർജ്. അപ്പുറത്തെ വീട്ടിലെ മിഥുന ചേച്ചി പറഞ്ഞതാ. ജോർജാ? ഇങ്ങനെ നോക്കിയിരിക്കാതെ എന്തെങ്കിലും ഒരു ചെയ്യ് പക്ഷിയാ. ഹലോ, ആളില്ലേ? ഹലോ ഹലോ. എന്തുപറ്റി സാർ? ഇതിനെ ഒന്നിഞ്ഞു വന്നേ. വൃന്ദേ, എന്തുവാ? ചേച്ചി, അയാളെ ഞങ്ങള് കണ്ടു. ബാക്കി എന്തായാലും നമുക്ക് നാളെ നോക്കാം. ഇന്ന് നിങ്ങൾ ഇവിടെ നിൽക്കുക കേട്ടോ. എന്തായാലും ഞാൻ അവിടെ നോക്കിയിട്ട് വരാം. ഒറ്റയ്ക്ക് വേണ്ട, ഞാനിവിടെ വരാം. വേണ്ട സാർ, സാർ ഇവിടെ ഇരുന്നോ. വേണ്ട ഉണ്ണിയേട്ടാ, ഇന്നിനി പോവണ്ട, നാളെ രാവിലെ നോക്കാം. നീ ആ ടോർച്ച് എടു. എന്ത് ചെയ്യാനല്ലേ ആ ബാ. സാർ ബാഗും ഞാൻ പിടിച്ചേക്കാം. ഓ, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ദേവരാജ മാഷിന്റെ നാട്ടിലേക്ക് വന്നത്. പക്ഷെ എന്ത് ചെയ്യാം, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയില്ല. ഇത് പറയാനാ സാർ. ആ ഉണ്ണി. ആ സാറേ, വീട്ടു സാധനങ്ങളൊക്കെ ഇന്നാ നാളെ ഞാൻ ആളെ നിർത്തി എത്തിച്ചേക്കാം. ആ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, പ്രശ്നമൊന്നും ഉണ്ടാവാതെ എന്ന് വിട്ടാലേ. ശരി ശരി. ചാവി കൊടുത്തായിരുന്നോ? ചാവി ചേച്ചി ഏൽപ്പിക്കേ. ശരി. ഉണ്ണിയേട്ടാ, ഞാൻ വരുന്നു. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ. In the name of the Lord, our God, Satan, the exalted Lucifer.
കുത്തിക്കുന്ന നരബലി. കുന്നംകുഴിയിലെ ഒരു വീട്ടിൽ നിന്നും തലയില്ലാത്ത ഒരു സ്ത്രീ ശരീരം കണ്ടുകിട്ടി. മരണപ്പെട്ടത് IT പ്രൊഫഷണലായ മിഥുനയാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മിഥുനയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെ പോലീസ് തിരയുന്നു. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ അരങ്ങേറുന്ന കൊലപാതകങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഇവിടെ നടന്നത് 5 വർഷങ്ങൾക്ക് മുന്നേ ബാംഗ്ലൂരിൽ നടന്നതിന് സമാനമായ കൊലപാതകമാണ്. അന്ന് ആ കേസ് അന്വേഷിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥൻ അൻവർ ഷായും ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടർ അജുലാലുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ബാംഗ്ലൂരിൽ നടന്ന കൊലപാതകങ്ങളുടെ പ്രൈം സസ്പെക്ട് ഒരു ജോർജാണ്. പക്ഷെ അയാൾ ദുബായിൽ വെച്ച് നടന്ന In the name of the Lord, our God, Satan, the excellent Lucifer, അപ്പൊ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ജോർജ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ്?